നമസ്കാരം. നമസ്കാരം. വീണ വിജയനെ ED രണ്ടാം വട്ടം തുടർച്ചയായി ചോദ്യം ചെയ്യുന്നു. ആ ചോദ്യം ചെയ്യലിലൂടെ പല നിർണായക കാര്യങ്ങളും പുറത്തു വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വീണ വിജയൻ അങ്ങോട്ട് പോയി 29-ാം തീയതി പറഞ്ഞ ഡേറ്റിൽ നിന്നും മുൻകൂട്ടി അതിന് മുമ്പേ തന്നെ അങ്ങോട്ട് പോയി ചോദ്യം ചെയ്യൽ തയ്യാറാവുന്നു. ഒരുപക്ഷെ ഈ ഒരു വേഷം കിട്ടാനായിരിക്കും. കാരണം ഞാൻ മടിയിൽ കനമുണ്ടെങ്കിലേ വഴിയിൽ പേടിക്കേണ്ടുള്ളൂ എന്ന് പറയുന്ന അച്ഛൻ്റെ വാക്ക് കടമെടുത്ത് മകളും പ്രവർത്തിക്കുന്നു എന്നുള്ള രീതി എനിക്കത് തോന്നിയത്. കാരണം ഞാനൊന്നിനും ഭയപ്പെടുന്നില്ല. അപ്പോൾ എന്തുകൊണ്ട് 29-ാം തീയതി വരെ ഞാൻ വെയിറ്റ് ചെയ്യണം? എനിക്ക് പേടിക്കാൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നേരത്തെ തന്നെ ഞാൻ പോയി ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നു എന്നുള്ള സാധനം പരിരക്ഷ കൂടി ഇതിൻ്റെ പിന്നിൽ നമുക്ക് കൂട്ടിവെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തുതന്നെ ആയാലും പല നിർണായക കാര്യങ്ങളും ED കണ്ടെടുത്തു എന്നുള്ള കാര്യങ്ങളാണ്. കാരണം പല ലോക്കറുകളും ഈ പറഞ്ഞ പോലെ ED എത്തുന്നതിന് മുമ്പ് തന്നെ വീണ വിജയനുമായി ബന്ധപ്പെട്ട പല ലോക്കറുകളും മുൻകൂട്ടി തുറന്നു എന്നുള്ളതും അതിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് മാറ്റിയത് എന്നുള്ള പല കാര്യങ്ങളും അവിടെ ചർച്ചാ വിഷയമാവേണ്ടതുണ്ട്. അപ്പം എന്താണ് സാറിന് വിഷയത്തിൽ തോന്നുന്നത്? ഫവാസ്, ഇതിൽ വലിയ വലിയ കളികൾ നടന്നിരിക്കുന്നു. കാരണം ഈ CMRL എക്സാലോജിക്ക് മാസപ്പടിയായി ബന്ധപ്പെട്ടിട്ട് ഏതാണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1 കൊല്ലം മുമ്പാണ് സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ SFIOൻ്റെ ഓഫീസുള്ളത് ചെന്നൈയിലാണ്. ഈ ചെന്നൈയിലേക്ക് വീണ വിജയനെ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് അവർ ചോദ്യം ചെയ്തു. അവരുടെ അഭിഭാഷകൻ്റെ സാന്നിധ്യത്തിലാണ് ചോദ്യം ചെയ്യൽ നടന്നത്. ഈ ചോദ്യം ചെയ്യലിൽ നിർണായകമായ പല വിവരങ്ങളും SFIOക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ SFIOക്ക് കിട്ടിയ തെളിവുകളുടെ 134 തെളിവുകളും അനുബന്ധ രേഖകളൊക്കെയാണ് EDക്ക് കൈമാറാൻ വേണ്ടി അവർ കോടതിയുള്ള ഉത്തരവ് പ്രകാരം EDക്ക് കൈമാറിയത്. അന്ന് SFIOയുടെ ചോദ്യം ചെയ്യലിൽ തനിക്ക് ഇങ്ങനെ തിരുവനന്തപുരത്ത് HDFC ബാങ്കിൽ ഇങ്ങനെയൊരു ലോക്കറുണ്ട്, ബാങ്ക് ലോക്കറുണ്ട് എന്നുള്ള വിവരം വീണ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ED ആണ് ചോദ്യം ചെയ്യലിൽ വീണയ്ക്ക് HDFC ബാങ്കിൽ തിരുവനന്തപുരത്ത് ഇങ്ങനെയൊരു ലോക്കറുണ്ട് എന്നുള്ള വിവരം മനസ്സിലാക്കിയത്. അങ്ങനെ വീണ വിജയൻ്റെ ഈ തിരുവനന്തപുരത്ത് ബേക്കറി ജംഗ്ഷനിലുള്ള പിണറായി വിജയൻ്റെ വീട് മെയ് 27-ാം തീയതി റെയ്ഡ് ചെയ്ത് ഇറങ്ങുമ്പോൾ വീണയുടെ പാസ്പോർട്ട് കൊണ്ടുപോകുന്നു, അതുപോലെ ബാങ്കിൻ്റെ പാസ്ബുക്ക് എടുത്തുകൊണ്ട് പോകുന്നു, ബാങ്ക് രേഖകൾ കൊണ്ടുപോകുന്നു, മൊബൈൽ ഫോൺ കൊണ്ടുപോകുന്നു, പൈസ കണ്ടു കിട്ടുന്നു. അവിടെ നിന്നാണ് ഈ ബാങ്കിൻ്റെ ലോക്കറിൻ്റെ ED കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ED നേരത്തെ തന്നെ സമാന്തരമായ ഒരു അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചില രേഖകൾ EDക്ക് കിട്ടുന്നു. ED അങ്ങനെയാണ് ലോക്കറിൻ്റെ വിവരം വീണയോട് ചോദിക്കുന്നത്. ഈ ലോക്കർ തുറക്കുന്നതിന് വേണ്ടി വീണയോട് തിരുവനന്തപുരത്തുള്ള ആയുർവേദ മുക്കിലുള്ള HDFC ബാങ്കിൽ വരാൻ പറയുന്നത്. വീണയുടെ സാന്നിധ്യത്തിൽ തുറക്കാൻ പറ്റുള്ളൂ. അത് ലോക്കർ തുറന്ന് പരിശോധിച്ചു. എന്നാൽ ഈ ലോക്കർ തുറന്ന് പരിശോധിക്കുമ്പോൾ EDക്ക് കാര്യമാത്ര പ്രസക്തമായ ഒന്നും തന്നെ ഈ ബാങ്ക് ലോക്കറിൽ നിന്ന് കിട്ടിയിട്ടില്ല. അവിടെയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ടെസ്റ്റ് നടക്കുന്നത്. വീണ ED ലോക്കർ തുറക്കുന്നതിന് മുമ്പ്, വീണ അവിടെ എത്തിച്ചേരുന്നതിന് മുമ്പ് EDക്കൊപ്പം ഈ ലോക്കർ തുറക്കുമ്പോൾ അതിന് മുമ്പായിക്കൊണ്ട് ഒരാഴ്ച മുൻപായിക്കൊണ്ട് വീണ വിജയൻ ഈ HDFCയുടെ ബാങ്ക് ലോക്കർ തുറന്നിട്ടുണ്ടായിരുന്നു. EDക്ക് മുമ്പേ ലോക്കർ തുറന്നു നടത്തും. അതായത് ED ഈ ലോക്കർ തുറക്കാൻ വേണ്ടി വീണയുടെ സാന്നിധ്യത്തിൽ തുറക്കാൻ പറ്റുള്ളൂ. ED വന്ന് വീണയുടെ സാന്നിധ്യത്തിൽ ഈ ലോക്കർ തുറക്കുന്നതിന് മുൻപ് ഒരാഴ്ച മുന്നേ തന്നെ വീണ വിജയൻ HDFC ബാങ്കിലെത്തി ഈ സെയിം ലോക്കർ തുറന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ചില രേഖകൾ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയതായി ബാങ്കിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരാണ് EDക്ക് മൊഴി നൽകിയത്. CCTV ദൃശ്യങ്ങളടക്കമാണ് EDക്ക് കൈമാറിയിരിക്കുന്നത്. അപ്പോൾ അതിലൂടെ ED നിർണായകമായ പല ചോദ്യങ്ങളും വീണ വിജയനോട് ചോദിച്ചിട്ടുണ്ട്. ഉറപ്പാണ്. ഇന്നലെ ആ ചോദ്യങ്ങളെല്ലാം വീണയോട് ചോദിച്ചിട്ടുണ്ട്. എന്ത് രേഖകളാണ് മാറ്റിയത് എന്നുള്ളതിന് വീണ വിജയൻ കൃത്യമായൊരു ഉത്തരം നൽകിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് കിട്ടുന്ന സൂചനകൾ. അങ്ങനെയെങ്കിൽ വിലപ്പെട്ട രേഖകളൊന്നും മാറ്റാനില്ല, മടിയിൽ കനമില്ല, വഴിയിൽ ഭയമില്ല എങ്കിൽ പിന്നെ എന്തിനാണ് ED എത്തുന്നതിന് മുമ്പ് ഏതൊക്കെ രേഖകളാണ് വീണ വിജയൻ ഈ ബാങ്കിൽ ലോക്കറിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയത് എന്നുള്ളതിന് അവർ മറുപടി പറയേണ്ടതായി വരും. EDയുടെ ചോദ്യത്തിന് കൃത്യമായ തൃപ്തികരമായ ഉത്തരം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇവിടെയാണ് വീണ വിജയൻ്റെ 25-ാം തീയതി ചോദ്യം ചെയ്യലിന് വേണ്ടി വീണ എത്തിയതിൻ്റെ ടെസ്റ്റ് ഇരിക്കുന്നത്. കാരണം സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണത്തിൽ ഒരു കാരണവശാലും വീണ വിജയൻ തൻ്റെ ലോക്കറിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല. ബാങ്ക് പണ ഇടപാടുകളെക്കുറിച്ച്, സേവിങ്സിനെ കുറിച്ചും എല്ലാം സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ചോദിക്കുമ്പോൾ സീരിയസ് ഫ്രോഡ് എന്ത് നടന്നിരിക്കുന്നു, 1 കോടി മേലേക്ക് ഉള്ള ഇടപാടുകൾ, കള്ള ഇടപാട് നടക്കുമ്പോൾ അത് സീരിയസ് ഫുഡ് അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരുന്ന കേസ് അങ്ങനെയാണ് വരുന്നത്. അങ്ങനെയാണ് SFIO ഇതിൽ അന്വേഷിക്കുന്നത്. അപ്പോൾ അപ്പോഴൊന്നും ഈ ബാങ്ക് ലോക്കറിനെ കുറിച്ച് വീണ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ഒരു കാര്യം ഉറപ്പാണ്, എന്തോ മറയ്ക്കാനുണ്ട്. ED കണ്ടെത്തിയ ഈ ബാങ്ക് ലോക്കറിനെ കുറിച്ചുള്ള വിവരങ്ങൾ തുറന്ന് പരിശോധിക്കാൻ എത്തുന്നതിന് മുമ്പ് തന്നെ
അവർ ഇതിൽ നിന്നും വിലപ്പെട്ട രേഖകൾ മാറ്റിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് ആ രേഖകൾ എന്നുള്ളതാണ് ഇ ഡിയുടെ ചോദ്യം. അവിടെയാണ് വീണ CMRലുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്ന എക്സാലോജിക് സൊല്യൂഷനിലേക്ക് ഈ വന്നിരിക്കുന്ന പണം ഇത് മാത്രമല്ല, അല്ലെങ്കിൽ പണത്തിൻ്റെ മറ്റു പല രേഖകളും ഇതുമായി ബന്ധപ്പെട്ട് മറ്റു പല രേഖകളുമാണ് വീണ മാറ്റിയിരിക്കുന്നത് എന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ അവരെത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ കൈമാറിയിരിക്കുന്ന ആ 134 തെളിവുകളും അനുബന്ധ രേഖകളും ഇ ഡിക്ക് പരിശോധിക്കാൻ സമയം കിട്ടുന്നതിന് മുമ്പായിക്കൊണ്ട് തന്നെയാണ് വീണ 25-ാം തീയതി ഇന്നലെ ഹാജരായിരിക്കുന്നത് ചോദ്യം ചെയ്യാൻ. ഞാൻ 29-ാം തീയതി അസൗകര്യമുണ്ട്, അതുകൊണ്ട് 25-ാം തീയതി വരാമെന്നാണ് പറഞ്ഞതെന്നുള്ളതാണ് അറിയുന്നത്. അതിന് ഇ ഡിക്ക് ബുദ്ധിമുട്ടില്ല, എത്ര തവണ വേണമെങ്കിലും ചോദ്യം ചെയ്യാൻ അവർ തയ്യാറാണ്. അപ്പോൾ ഇന്നലത്തെ ചോദ്യം ചെയ്യലോടുകൂടി വീണയുടെ ചോദ്യം ചെയ്യൽ അവസാനിക്കുന്നില്ല. മാത്രമല്ല, ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കൊടുത്തിരിക്കുന്ന തെളിവുകളും ഇപ്പോൾ ബാങ്ക് ലോക്കറിൽ നിന്ന് വീണ നേരത്തെ തന്നെ തുറന്ന് ഇ ഡി എത്തുന്നതിന് മുമ്പ് ലോക്കർ തുറന്ന് കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട് എന്നുള്ള തെളിവുകളും അടിസ്ഥാനപ്പെടുത്തി വീണയെ ഇനി 3-ാം വട്ടം ചോദ്യം ചെയ്യലിന് വേണ്ടി നോട്ടീസ് കൊടുക്കും. ഇന്നലെ തന്നെ വീണയോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് ഇ ഡി ഇന്ന ഡേറ്റിൽ എത്തണം. അപ്പോൾ ഇനി സമൻസ് അയക്കും. നേരിട്ട് പറഞ്ഞതിൻ്റെ പേരിൽ വീണ ചോദ്യം ചെയ്യലിൽ എത്താൻ വേണ്ടി ബാധ്യസ്ഥയല്ല, സമൻസ് കിട്ടണം. സമൻസ് കിട്ടിയാലേ വരേണ്ട കാര്യമുള്ളൂ. അപ്പോൾ സമൻസ് അയക്കും ഉറപ്പായിട്ടും. അങ്ങനെയെങ്കിൽ അടുത്ത ഘട്ടം ചോദ്യം ചെയ്യലിൽ ഈ ലോക്കറിൽ എന്ത് രേഖയാണ് മാറ്റിയത് എന്നുള്ള കാര്യങ്ങളും ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ കൈമാറിയിരിക്കുന്ന രേഖകളും തമ്മിൽ ഒത്തുനോക്കിയിട്ടുള്ള ചോദ്യങ്ങളാണ് വരാൻ പോണത്. ഈ ചോദ്യങ്ങൾ ഇവർ കൊടുത്തിരിക്കുന്ന മൊഴികളുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കില്ല. നേരത്തെ CMRലിൻ്റെ ഓഫീസ് സ്റ്റാഫിനെ ചോദ്യം ചെയ്ത് കിട്ടിയ അവരുടെ മൊഴികൾ, അതുപോലെ CMRലിൻ്റെ CMD ആയ കർത്തയുടെ ഭാര്യയെയും മകളെയും മകനെയുമെല്ലാം ചോദ്യം ചെയ്തതിൽ നിന്ന് കിട്ടിയിരിക്കുന്ന പണ ഇടപാടുകളെ സംബന്ധിച്ചുള്ള മൊഴികൾ, ഇതെല്ലാം ചേർത്ത് വെച്ച് ചോദിക്കുമ്പോൾ വീണ നൽകുന്ന മൊഴികളിൽ ഉത്തരത്തിന് വൈരുദ്ധ്യം വരികയാണെങ്കിൽ തീർച്ചയായും ഇവരുടെ കയ്യിലുള്ള തെളിവുകളുമായി വീണ നൽകുന്ന ഉത്തരങ്ങളുമായി ബന്ധപ്പെട്ട് പൊരുത്തപ്പെടാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും വീണയ്ക്ക് അത് വിനയാകും, നിയമ നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. എന്തു തന്നെയായാലും ഒരു കാര്യം ഉറപ്പിച്ചിരിക്കുന്നു ഇ ഡി കാണാൻ പാടില്ലാത്ത എന്തോ ഒരു സംഭവം, എന്തോ രേഖകൾ വീണ വിജയൻ തൻ്റെ ലോക്കറിൽ നിന്നും മാറ്റിയിരിക്കുന്നു. ഇ ഡി എത്തുന്നതിന് മുമ്പ് അത് കടത്തിയിരിക്കുന്നു. വീണ സുപ്രീം കോടതിയിലെ തലമുതിർന്ന അല്ലെങ്കിൽ പേരുകേട്ട അഭിഭാഷകർ തന്നെയാണ് വീണയ്ക്ക് നിയമോപദേശം നൽകുന്നത്. അങ്ങനെയെങ്കിൽ ഇ ഡി ലോക്കറിൽ തുറക്കാൻ വേണ്ടി എത്തും എന്നുള്ളത് വീണയ്ക്ക് നേരത്തെ തന്നെ, അതായത് ഈ പിണറായിയുടെ വീട് റെയ്ഡ് ചെയ്യുന്നതിന് ഇ ഡി എത്തുന്നതിന് മുമ്പേ തന്നെ വീണയ്ക്ക് കൃത്യമായി തന്നെ അഭിഭാഷകർ കൃത്യമായി നിയമോപദേശം നൽകിയിട്ടുണ്ട്. ആ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇ ഡി അന്വേഷിക്കുന്ന ലോക്കറിൽ നിന്നുള്ള വിശദമായ രേഖകൾ വീണ മാറ്റിയിരിക്കുന്നത്. അത് മാറ്റിയത് ആ രേഖകൾ എന്തൊക്കെയാണെന്നുള്ളത് വീണ ചോദ്യം ചെയ്യലിൽ സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് കണ്ടെത്താൻ ഇ ഡി ബാധ്യസ്ഥരാണ്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ നൽകിയിരിക്കുന്ന തെളിവുകൾ വീണയ്ക്ക് വീണ തന്നെയാണ്. അതിൽ എന്തൊക്കെയാണ് ഗുരുതരമായ വിഷയങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എന്തായാലും വീണയുടെ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്ക് രേഖകൾ അടക്കം ഇ ഡിക്ക് കിട്ടിയിരിക്കുന്നു. BJPയുടെ യുവനേതാവായ ഷോൺ ജോർജ് തന്നെയാണ് അത്തരം കാര്യങ്ങൾക്ക് മുൻകൈയെടുത്ത് അത്തരം രേഖകൾ കൈമാറുന്നതിന് ഇ ഡിയുമായി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസുമായി ബന്ധപ്പെട്ട് നീക്കങ്ങൾ നടത്തിയിരിക്കുന്നത് എന്നുള്ളത് വെളിവായിരിക്കുന്നു. അപ്പോൾ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിലെ ബാങ്ക് ഇടപാടുകളുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തുന്നതിന് വേണ്ടി ഭാരത സർക്കാരുമായി ഇ ഡി ആശയവിനിമയം നൽകിയിരിക്കുന്നു. അപ്പോൾ വിദേശകാര്യ മന്ത്രാലയവുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അത്തരത്തിൽ അതുകൂടി ആ കൊമേഴ്ഷ്യൽ ബാങ്കിലെ ഇടപാടുകളോട് കണ്ടെത്തുന്നതോടൊപ്പം തന്നെ വീണ വിജയന് കൂടുതൽ കുരുക്കാകും. എന്തായാലും ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു, സീരിയസ് ഫ്രോഡ് നടന്നിരിക്കുന്നു. കൂടാതെ ഇവിടെ കള്ളപ്പണ ഇടപാട് നടന്നിരിക്കുന്നു, കള്ളപ്പണം വെളുപ്പിച്ചിരിക്കുന്നു. PMLA ആക്ട് പ്രകാരം അന്വേഷിക്കുന്നത് ഇത് തന്നെയാണ് ഇ ഡി അന്വേഷിക്കുന്നത്. അതിനുപരിയായി ഈ വീണ മറ്റ് ഇ ഡി ലോക്കറിൽ നിന്ന് വീണയുടെ ലോക്കറിൽ നിന്ന് മാറ്റിയിരിക്കുന്ന കാര്യങ്ങൾ കൂടി ഇ ഡി കണ്ടെത്തുമ്പോൾ തീർച്ചയായും വീണ വിജയൻ അക്ഷരാർത്ഥത്തിൽ പെട്ടിരിക്കുന്നു. വലിയൊരു കുരുക്ക് തന്നെയാണ്. വീണ വിജയന് ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് ചെറുത്ത് നിൽക്കാൻ പറ്റില്ല. അത്രത്തോളം വലിയ തെളിവുകളിലേക്ക് ഇ ഡി എത്തുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ തെളിവുകളെല്ലാം സാംശീകരിക്കുന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്നലെ ചോദ്യം ചെയ്യലിന് ഇ ഡി ചോദ്യം ചെയ്യലിന് ശേഷം വീണയെ വിട്ടിരിക്കുന്നതും വീണ്ടും ചോദ്യം ചെയ്യാൻ വേണ്ടി വരണം എന്ന് കാണിച്ചിരിക്കുന്നത്. എന്തായാലും ഇനി ചോദ്യം ചെയ്യാൻ വരുമ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നൽകിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വീണ വിജയൻ ലോക്കറിൽ നിന്ന് മാറ്റിയ തെളിവുകൾ എന്താണ് എന്നുള്ളതെല്ലാം ചേർത്ത് വെച്ച് ചോദ്യം ചെയ്യപ്പെടും. ആ ചോദ്യം ചെയ്യലിൽ വീണ വിജയൻ തൃപ്തികരമായ ഉത്തരമല്ല നൽകുന്നതെങ്കിൽ തീർച്ചയായും നിയമ നടപടി ഉണ്ടാകും. അതായത് അറസ്റ്റ് പോലുള്ള നടപടികൾ ഉണ്ടാകും. മാത്രമല്ല ഇതിലൂടെ
വലിയ സീരിയസ് ബോർഡ് നടന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ സീരിയസ് ബോർഡിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ആരാണ് എന്നുള്ള കക്ഷികളിലേക്കെല്ലാം അന്വേഷണം നീണ്ടുപോകും. അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയൻ ഇതിലേക്ക് വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വീണ വിജയൻ എന്തായാലും ഇ ഡി റഡാറിൽ തന്നെയാണ്. ഇ ഡിയുടെ ഗുരുതരമായ നടപടികൾക്ക് വീണ വിജയൻ പാത്രീഭവിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.